ഇപ്പോൾ നമ്മൾ യൂട്യൂബ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഫോട്ടോഗ്രാഫി ചാനൽ ഇടുന്ന ഒരു കണ്ടന്റാണ് പാനിങ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ VC എടുക്കുക എന്നൊക്കെ പറഞ്ഞൊരു ടൈറ്റിൽ നമുക്ക് ഒരുപാട് ചാനലുകൾ ഈ ഒരു വീഡിയോ നമുക്ക് ഇടുന്നുണ്ട്. അതായത് നമുക്ക് എങ്ങനെയാണ് ഒരു പാനിങ് ഫോട്ടോ എടുക്കാമെന്ന്, അതായത് DSLR വെച്ച് നമുക്ക് എങ്ങനെ എടുക്കാം അല്ലെങ്കിൽ ഫോൺ ഉപയോഗിച്ച് എങ്ങനെ എടുക്കാം എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു കണ്ടന്റ് വരുന്നുണ്ട്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്. എപ്പോഴും നമുക്കൊരു 2 out of 5 അല്ലെങ്കിൽ 1 out of 3 എന്ന് പറഞ്ഞ റേഷ്യോയിലാണ് നമുക്ക് ആ ഒരു ഫോട്ടോ കറക്റ്റായിട്ട് കിട്ടുക. നമ്മൾ എത്ര പ്രാക്ടീസ് ചെയ്താലും നമ്മൾ വിചാരിച്ച നേരത്തെ ആ ഒരു ഷോട്ട് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങളൊരു എക്സാമ്പിൾ വിചാരിക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്നൊരു ലംബോർഗിനി നമ്മുടെ ഫ്രണ്ടിലൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു പാനിങ് ഫോട്ടോഗ്രാഫി മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് ചാൻസ് കുറവാണ്. പലപ്പോഴും നമ്മൾ ആ ഒരു ഷോട്ട് മിസ്സാവുന്ന ഒരു അവസ്ഥയാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെയാണ് ഏതൊരു ഫോട്ടോയിലും പിക്സാർട്ട് ഉപയോഗിച്ച് ഈ ഒരു പാനിങ് ഫോട്ടോ എഫക്റ്റ് നമുക്ക് കൊണ്ടുവരാമെന്നാണ്. അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു വണ്ടിയുടെ ഫോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് പിക്സാർട്ട് വഴി ഈ ഒരു മോഷൻ ബ്ലർ എഫക്റ്റ് അല്ലെങ്കിൽ ഒരു പാനിങ് ഫോട്ടോഗ്രാഫി എഫക്റ്റ് നമ്മുടെ ഫോട്ടോയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ പുതിയതാണെങ്കിൽ എൻ്റെ പേര് ഓസ്റ്റിൻ. ഈ ഒരു ചാനലിൽ നമ്മൾ ഫോട്ടോഗ്രാഫി അതുപോലെ തന്നെ ഫിലിം മേക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അപ്പുറത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. നമുക്കപ്പോൾ ഇൻട്രോ റോൾ ചെയ്യാം വീഡിയോയിലോട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പാനിങ് ഫോട്ടോഗ്രാഫി ടെക്നിക്ക് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതായത് എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു എഫക്റ്റ് നമ്മളിങ്ങനെ വീശി എടുക്കുമ്പോൾ നമ്മൾ ആ ഒരു ഫോട്ടോയിൽ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഈ ഷട്ടർ സ്പീഡ് കുറച്ചിടുന്നതുകൊണ്ടാണ്. നമ്മൾ ഷട്ടർ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം നേരമാണ് നമ്മുടെ ഷട്ടർ തുറന്നടയാനായിട്ട് എടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഷട്ടർ സ്പീഡ് കുറച്ചിടുമ്പോൾ ആ ഒരു ടൈമിനകത്ത് നമ്മുടെ ക്യാമറയിൽ വരുന്ന ആ ഒരു മോഷൻ നമ്മുടെ ക്യാമറ ക്യാപ്ചർ ചെയ്യാണ്. നിങ്ങൾ അറിയേണ്ട രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും മോഷൻ ആ ഒരു ഫോട്ടോയിൽ നടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആ ഒരു എഫക്റ്റ് കിട്ടുന്നത്. നിങ്ങൾ സ്റ്റില്ലായിട്ട് നിൽക്കുന്ന ആ ഒരു ഫോട്ടോയിൽ നമുക്ക് ഒരു കാരണവശാലും ഇതേപോലത്തെ ഒരു പാനിങ് എഫക്റ്റ് നമുക്ക് കിട്ടില്ല. നമ്മൾ മൂന്നാമതായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു എഫക്റ്റ് കിട്ടുന്നതാണ്. നമ്മൾ സ്റ്റില്ലായിട്ട് നിൽക്കുന്ന ഒരു ഒബ്ജക്റ്റിൽ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് സാധാ ബാക്ക് ബ്ലറിങ് ആണ്. എന്നാൽ നമ്മൾ മൂവിങ് ആയിട്ടുള്ള സബ്ജക്റ്റിന് നമ്മൾ ഇതേപോലെ ബ്ലർ ചെയ്ത് ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ബ്ലർ എന്ന് പറയുന്നത് മോഷൻ ബ്ലറാണ്. അപ്പോൾ നമ്മളിങ്ങനെ വീശി എടുക്കാതെ തന്നെ നമുക്ക് പിക്സാർട്ടോ അല്ലെങ്കിൽ ഫോട്ടോഷോപ്പോ ഏതെങ്കിലും ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു മോഷൻ ബ്ലർ എഫക്റ്റ് നമ്മുടെ ഫോട്ടോയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് പിക്സാർട്ട് ഓപ്പൺ ചെയ്യുക. പിക്സാർട്ട് ഓപ്പൺ ചെയ്തിട്ട് ഇതേപോലെ നമുക്ക് എന്തെങ്കിലും മോഷനുള്ള ഒരു ഫോട്ടോ വേണം നമ്മൾ എടുക്കാനായിട്ട്. നമുക്ക് കാർ മൂവ് ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഓടുന്ന ഒരു ഫോട്ടോ ആയിരിക്കാം. എന്തെങ്കിലും മോഷനുള്ള ഒരു ഫോട്ടോ നമ്മൾ പിക്സാർട്ടിൽ ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഫിൽറ്റേഴ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബ്ലർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. ആ ബ്ലർ ഫിൽറ്റർ നമ്മൾ നമ്മുടെ ഇമേജിലോട്ട് അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമുക്ക് ബ്രഷ് ആൻഡ് ഇറേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള ഭാഗത്ത് മാത്രം നമുക്ക് ആ ഒരു എഫക്റ്റ് ആഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഫോട്ടോയിൽ മൊത്തം ഈ ഒരു മോഷൻ ബ്ലർ കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ സബ്ജക്റ്റ് നമ്മൾ ഇറേസ് ആണ് ചെയ്യുന്നത്. നമ്മൾ അങ്ങനെ നമ്മുടെ സബ്ജക്റ്റിനെ ഇറേസ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മോഷൻ ബ്ലർ നമ്മുടെ ഫോട്ടോയിൽ കൊണ്ടുവരാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് അതിൽ അഡ്ജസ്റ്റ്മെന്റ്സ് വരുത്താനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബ്ലറിൻ്റെ ആംഗിൾ, അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് മൂവ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണെന്ന് വെച്ചാൽ നമുക്ക് ആ ബ്ലറിൻ്റെ ആംഗിൾ നമുക്ക് സൈഡ് വേസ് കൊടുക്കാനായിട്ട് പറ്റും. അതല്ല ടോപ്പ് ടു ബോട്ടമോ അല്ലെങ്കിൽ അടിയിൽ നിന്ന് മുകളിലേക്ക് പോകുന്ന ഒരു സബ്ജക്റ്റ് ആണെന്ന് വെച്ചാൽ നമ്മുടെ ആ ബ്ലറിൻ്റെ ആംഗിൾ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വരുന്നത് ബ്ലർ ഡിസ്റ്റൻസ് ആണ്. അതായത് നമ്മൾ എത്രത്തോളം സ്ട്രോങ് ആയിട്ടാണ് നമ്മുടെ ക്യാമറ വീശുന്നത് അത്രത്തോളം ലെങ്തി ആയിരിക്കും നമ്മുടെ ബ്ലർ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ഈ ആപ്ലിക്കേഷനകത്ത് നമുക്ക് ബ്ലറിൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മുടെ ഫോണിൽ ഏതൊരു ഫോട്ടോയ്ക്ക് നമുക്ക് ഈ ഒരു പാനിങ് ഫോട്ടോഗ്രാഫി എഫക്റ്റ് കൊടുക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അപ്പുറത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നമ്മുടെ കഴിഞ്ഞ ഒരു സീരീസിനകത്ത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്ക് എങ്ങനെയാണ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഫിലിം മേക്കിംഗ് വഴി കുറച്ച് ക്യാഷ് ഏൺ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്കുകളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോയിൽ ഇനിയും കാണാം. അതുവരെ ബൈ, പീസ്.